ഇനി വീടിൻ്റെ ചുമരിൽ നിന്ന് എക്സ്റ്റീരിയർ നമ്മൾ പെയിന്റ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടിപൊളി കളക്ഷനിൽ സിംപോളോടെ കളക്ഷനിലെ ടൈൽസ് നമുക്ക് വരുന്നുണ്ട്. ഇത് സിംപോളോടെ കോർട്ട്യാർഡ് കളക്ഷൻസിൽ വരുന്ന ടൈലാണ്. കൊക്കോ മഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പോലെ കൊക്കോ മഡ് ഉണ്ട്, പിന്നെ ബേൺഡ് ബ്രിക്ക് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് സിംപോളോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വീടിന് ഭംഗി, അതായത് എക്സ്റ്റീരിയറിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ സിംപോളോടെ ടൈൽസിൻ്റെ പ്രത്യേകത തന്നെ ഞാൻ പറയും. ഡോർ ഓപ്പൺ ആയി. നമസ്കാരം അജിക, എന്തുണ്ട്, സുഖമല്ലേ? നമ്മൾ ഈ വീടിൻ്റെ പുറത്തുള്ള എക്സ്റ്റീരിയറിന് തുടങ്ങി ടൈൽസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് സിംപിളോടൊക്കെ. ഇതിപ്പം ഇത് നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞ തന്നെ സോളിഡ് നമ്മുടെ കോർട്ട്യാർഡ് കളക്ഷനിലെ സിംപിളോട് ടൈലാണിത്. കണ്ടല്ലേ, നമ്മൾ വാളിന് നമുക്ക് പെയിന്റ് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. മനോഹരമായ ടൈൽസ് നമുക്ക് വീടിൻ്റെ കൂടുതൽ ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിപ്പോ പുറത്തുനിന്നുള്ള കാഴ്ച കണ്ടില്ലേ, ഇനി നമുക്ക് ഉള്ളിലേക്ക് കൂടെ പോവാം. നമ്മുടെ ആ സിംബോളയുടെ ആ ബാത്റൂമിന്റെ സെലക്ഷൻ കാണാൻ പറ്റും, കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഉള്ളിലോട്ട് പോവാം. ഉള്ളിലേക്ക് പോകുന്ന മുമ്പ് ഇത് നമ്മുടെ ക്രിയൻസിന്റെ ടൈലാണ്. ഇത് ആക്ച്വലി 2x1 1x1 വരുന്ന ഡിസൈനർ ടൈലാണ്. ഡിസൈൻ ആയിട്ട് വെച്ചതാണ്. എന്നെക്കാട്ടി കൂടുതൽ ഈ വീടിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ഹാജിക്ക എന്ന് പറയും. കാരണം ടൈൽ സെലക്ഷനിൽ നമ്മുടെ ഹുസൈൻ സാറിന്റെ കൂടെ ഉണ്ടായതാണ് ഹാജിക്ക. ഹാജിക്കന്റെ ഓരോ ടേസ്റ്റും ഹുസൈൻ സാറിന്റെ ഒരു ഐഡിയാസും വെച്ചിട്ടാണ് ഈ വീട് അത്ര മനോഹരമാക്കിയിട്ടുള്ളത്. ഇപ്പം വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്കിനി കാണാം. വീണ്ടും ടൈൽസ് അല്ലേ? ഇത് അങ്ങനെ എത്ര പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല ടൈൽസ് ആണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും അല്ലേ? ഇത് പാരഡൈസ് സെറാമിക്സിന്റെ ടൈലാണ്. ഇത് ഇമ്പോർട്ടഡ് കളക്ഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടഡ് സീരീസ് ആണ് ഈ ടൈല് വരുന്നത്. അതൊക്കെ ഇത് ആക്ച്വലി നല്ല ഭംഗിയായിട്ടുണ്ട്. വുഡിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ചില ആളുകളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ഇത് വുഡാണോ എന്ന് ചോദിക്കണം. കാരണം വുഡിന്റെ ഡോറാണല്ലോ. വുഡിന്റെ ഡോറിന്റെ ബിറ്റ്വീൻ ടൈലായിട്ട് വരുന്ന ഒരു സംവിധാനം ആദ്യമായിട്ടാണ് കാണുന്നവർക്കൊക്കെ തോന്നുന്നത്. ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് കാണുന്നത് വുഡിന്റെ ഉള്ളിൽ ഒരു ടൈല് ഡോർ വെക്കുന്നത്. പിന്നെ ആർക്കിടെക്ട് അങ്ങനെ ഒരു സെലക്ട് ഉണ്ടാക്കിയെടുത്തു. ഇത് നമ്മുടെ ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് എക്സൽ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അപ്പോൾ അവരിത് ജർമ്മനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫ്രെയിമായത്. ഗ്ലാസ് ടഫൺ തന്നെ, ടഫൺ ഗ്ലാസ് ആണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. അത് ഹാർഡായിട്ടുള്ള ഇതാണ്. സാധാരണ അലൂമിനിയം അല്ല, ഇത് അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം പാക്കേജിങ് വെരി ഹാർഡായിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല കുറച്ചുകൂടി അത് ഒരു ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം പോലെ ഉണ്ട്. ഓട്ടോമാറ്റിക് അല്ല, കണ്ടോ, അത് ഇങ്ങനെ അടുത്ത് വരുന്നത്. ഓട്ടോമാറ്റിക് അല്ല, പക്ഷേ ഓട്ടോമാറ്റിക് ഫിറ്റ് ചെയ്ത പോലെ തന്നെയാണ്. മെയിൻ ഏരിയ മാത്രമാണ് നമ്മൾ മാർബിൾ യൂസ് ചെയ്തിരിക്കുന്നത്, ബാക്കിയൊക്കെ നമ്മൾ ടൈൽസ് തന്നെയാണ്. ഫുള്ളായി ടൈൽസ് തന്നെയാണ്. ഇത് ഗ്രാനിസറിന്റെ 12 feet by 4 feet വരുന്ന സ്ലാബാണ്. 15 തിക്നെസ് വരുന്ന സ്ലാബായത്. ഇതിന്റെ ഒരുപാട് എനിക്കൊന്നൊരു 5ഓളം ഡിസൈൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഡൈനിങ് കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കളർ ഇത് ഡൈനിങ് ടേബിളിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളർ. ലെങ്ത്തും കിട്ടുന്നുണ്ട്, നമുക്ക് വിഡ്ത്തും കിട്ടുന്നുണ്ട്. അതെ, 10 ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കോർട്ട്യാർഡ് അല്ലേ? ഈ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മേൽഭാഗത്ത് ഗ്ലാസ് ഒന്നും ഇല്ല, എയർ ഫുള്ളായിട്ട് കിട്ടും. അഥവാ ഇനി റെയിൻ വന്നാൽ തന്നെ നമുക്ക് ഇതിന്റെ മാത്രം ക്വാണ്ടിറ്റി മാത്രമേ ഇതിനകത്ത് വീഴൂ. ഈ ടൈൽസ് നമുക്ക് സിംപോളുടെ ടൈനി ടൈൽസ് കളക്ഷനിൽ വരുന്ന ടൈൽസ് ആണ്. മോർട്ട കാക്കി ഡെക്കോർ ആണ് ഇതിന്റെ പേര്. അപ്പോൾ ഇത് വളരെ ഭംഗിയുണ്ട്. ഈ കോർട്ട്യാർഡിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അല്ലെ? നമ്മളെ ഈ 4 കെട്ട് വീടിന്റെ ഒരു നടുപോലത്തെ ഒരു പഴയ തറവാട് വീട്. പഴയ തറവാട് വീട്. അതിന്റെ ഒരകത്തളത്ത് ഇങ്ങനെ ചെടിയും ഗാർഡനായിട്ടുള്ള സംവിധാനം. നല്ല മഴയൊക്കെ വരുമ്പോൾ നല്ല ഫീൽ ആയിരിക്കും. ശരിയാണ്. ഈ റൂമിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നെക്സിയോണിന്റെ ടൈൽസ് തന്നെയാണ്. ഇത് നെക്സിയോണിന്റെ എസൻസ് നോസ് എന്ന് പറയുന്ന 4x20 centimeters, അതായത് സ്ട്രിപ്പ് ആയിട്ടുള്ള ടൈലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് നല്ലൊരു ശരിക്കും വുഡ് ഇട്ട അതേ ഫീലാണ് നമുക്ക് ഈ ടൈൽസിനെ കൊണ്ട് കാണാൻ പറ്റുക. നെക്സിയോൺ അതും നെക്സിയോണിന്റെ സ്ലിപ്പ് ആവും. അതെ. നെക്സിയോൺ പ്രീമിയം ബ്രാൻഡാണ്. നമ്മൾ ഡീൽ ചെയ്യുന്നത് നെക്സിയോൺ, ലിയോളി പോലത്തെ പ്രീമിയം ബ്രാൻഡ്സ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഇത് നെക്സിയോണിന്റെ സീരീസ് ആണ്. എനിക്ക് ഈ വീട്ടിൽ നമ്മൾ മേജർലി എടുത്തതെല്ലാം ബെഡ്റൂംസും ബാത്റൂംസും ഒക്കെ എടുത്തത് നെക്സിയോണിന്റെ ടൈൽ തന്നെയാണ് അല്ലേ? അതെ. യെസ്.
ഇതും നെക്സിയോണിന്റെ ബാത്റൂം തന്നെയാണ്. നെക്സിയോൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ടെറാലിനോ സീരീസിൽ നെക്സിയോന്റെ ടെറാലിനോ സീരീസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സിയോന്റെ ടെറാലിനോയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മുടെ ഒരുപാട് കളേഴ്സ് നെക്സിയോന്റെ ടെറാലിനോ സീരീസിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു കോമ്പിനേഷൻ, ഈ ഒരു ഗ്രേ ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ നല്ല രസമായിട്ട് വരുന്നുണ്ട് ഈ ഒരു ബാത്റൂമിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സെറ്റപ്പ് തറയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, നമുക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. അതെ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് നല്ലൊരു കോൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു ബാത്റൂമിൽ നമ്മൾ കാണുന്നത്. ഈ ബെഡ്റൂം എനിക്കൊന്ന് ബെഡ്റൂംസിന്റെ ഫ്ലോറിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത നെക്സിയോന്റെ സ്ട്രിപ്പ് ടൈലാണ്. അതായത് വുഡൻ ഫിനിഷ് വരുന്ന 4x20 സെന്റിമീറ്റേഴ്സിൽ വരുന്ന ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നെക്സിയോന്റെ ടൈലാണ്. ഇനി നമുക്ക് ബാത്റൂംസ് ഒന്ന് കാണാം. ഈ ബാത്റൂം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അർമാനി ബ്രോൺസ് ആണ്. നെക്സിയോന്റെ അർമാനി ബ്രോൺസ് 8x4 ടൈലാണ്. അതേപോലെ ഇത് നമ്മൾ യൂസ് ചെയ്ത നെക്സിയോന്റെ തന്നെ ടെറാലിനോ സീരീസിൽപ്പെട്ട ടൈലാണ് നമ്മൾ ഫ്ലോറും ഇതെല്ലാം നെക്സിയോന്റെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഫുൾ നെക്സിയോൺ ബാത്റൂമാണ് യൂസ് ചെയ്തത്. വാളും തന്നെയാണ് യൂസ് ചെയ്തത്. ഗ്ലോസി മാറ്റായിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. നല്ല ആക്ച്വലി നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ. ഇത് കണ്ടോ, ഇതൊരു അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഈ വീട്ടിൽ അല്ലേ, പാൻട്രി സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ സിംപോളോടെ 10 ഫീറ്റിൻ്റെ സെൻറ്റുറിൻ എന്ന് പറഞ്ഞ ടൈൽസാണ്, 15 mm തിക്നെസ് വരുന്ന ടൈൽസാണ്. അതേപോലെ വാൾസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്വേയുടെ പിക്കറ്റ് ടൈൽസാണ്. കണ്ടോ, ഈ സബ്വേയുടെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് സബ്വേയുടെ ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ഒരുപാട് കളക്ഷൻസ് നമ്മളെ ഷോറൂമിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലത്തെ ഒരു മനോഹരമായ കിച്ചൺ തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇത് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കിച്ചൺ കാണാം അല്ലേ. ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിംപോളോടെ ടൈൽ തന്നെയാണ്. പിന്നെ വാളിൽ നമ്മൾ പിക്കറ്റിൻ്റെ ബീച്ച് കളറാണ് പിക്കറ്റ് സീരീസ് യൂസ് ചെയ്തിട്ടുള്ളത് സബ്വേൻ്റെ. നിലത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിംപോളോടെ 6x4 ഇൻട്രാ ബീച്ച് എന്ന് പറഞ്ഞൊരു ടൈലാണ് നമ്മൾ ഇതിൻ്റെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത് നെക്സിയോണും സിംപോളും ആണ്. പിന്നെ ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ബ്ലാക്ക് കോളറിൻ്റെ ആണ് ഫിറ്റിങ്സ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഇത് മെജസ്റ്റിക് എക്വ എന്ന് പറയുന്ന സിംപോളോടെ 8x4 ടൈൽസ് കട്ട് ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ വാൾസിലും ചെയ്തിട്ടുണ്ട്. ഇത് നെക്സിയോൻ്റെ അഗൈൻ ടെറാലിനോ സീരീസിൽപ്പെട്ട ടൈൽസാണ് നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ വീട്ടിലെ എല്ലാ ബാത്റൂംസും നമ്മൾ ചെയ്തിരിക്കുന്നത് നെക്സിയോണിൻ്റെ ടൈൽസാണ്. ഇതും നെക്സിയോണിൻ്റെ ടെറാലിനോ സീരീസിൽപ്പെട്ട ടൈൽസാണ് വരുന്നത്. പിന്നെ ഈ ബാത്റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ള ബാത്റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ സാനിറ്ററിയും പിന്നെ ഇത് സാനിറ്ററി ഫിറ്റിങ്സ് നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം കോളറിൻ്റെ CP ഫിറ്റിങ്സ് ആണ് ഈ ബാത്റൂമിൽ വെച്ചിരിക്കുന്നത്. ശരിക്കും നല്ലൊരു മാച്ച്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ കളേഴ്സിൻ്റെ നല്ലൊരു കളി ഈ വീട്ടിൽ ചെയ്തിട്ടുണ്ടല്ലേ. ആജിക, വീട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ വീട് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാനുള്ള നിങ്ങളൊരു ഐഡിയ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഇതിൻ്റെ കൂടെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ ആജിക ഇങ്ങനൊരു പ്ലാൻ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞിട്ട് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണത്? ഇല്ല, ഞാൻ എൻ്റെ ഒരു തറവാട് വീടുണ്ടായിരുന്നു ഇവിടെ. ഈ തറവാട് വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 90-ൽ ഹൗസ് വാമിങ് ആയതാണ്. ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്തോടെ. അവർ നാടൻ മട്ടത്തിലുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ഞാൻ ഹുസൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹുസൈൻ നമ്മുടെ ഈ ആർക്കിടെക്റ്റിൻ്റെ സെക്ഷനിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും മകൻ PhDക്ക് ഇപ്പോൾ ചേർന്നിട്ടുണ്ട്, റിസർച്ച് ചെയ്യാം. അവൻ ഇവിടെ ഇല്ല, മാനന്തവാടി പോയി. അപ്പോൾ അവനും ഞാനും കൂടെ പോയപ്പോൾ ഹുസൈൻ പറഞ്ഞു, ഇനി പഴയ രൂപത്തിലുള്ള വീടൊന്നും വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് നമ്മൾ നാട്ടിലിപ്പം പുതുതായിട്ട് കണ്ടംപറായിട്ടുള്ള വീട് വെക്കണം, എന്നാലേ ഒരു ഇതുള്ളൂ. ഏതായാലും പൊളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പുതിയൊരു മോഡലിൽ തന്നെ ചെയ്തെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അവന് പുള്ളിക്കാരൻ ആദ്യം തന്നെ അതിൻ്റെ എലിവേഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നു, ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിൽ എഗ്രിയായി. എന്നാലും സ്ട്രക്ചർ വർക്ക് തീരുന്നവരെ ഒരു ഐഡിയ എനിക്കില്ലേ, എല്ലാം പുള്ളിക്കാരൻ്റെ കയ്യിലാതിരിക്കുന്നത്. ആർക്കിടെക്റ്റാണല്ലോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫൈനലായിട്ട് വരുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും തൃപ്തിയുള്ള രൂപത്തിൽ നല്ലൊരു റിലാക്സ് ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും വീട്ടിനകത്ത് രാവിലത്തെ വെയിലും വൈകുന്നേരത്തെ വെയിലും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു, ഇപ്പോൾ തന്നെ കാണുന്നുണ്ട് നല്ല വെയിൽ നടക്കുന്ന കോട്ടയാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള നല്ലൊരു ഇതായിട്ട് കൺസെപ്റ്റായിട്ട് കാണുന്നുണ്ട്.
അത് ഈ മെറ്റീരിയൽ എന്താ യൂസ് ചെയ്തത്? ഇത് പ്ലൈവുഡിൻ്റെ മേലെ വിനീർ അടിച്ച് ഫിറ്റ് ചെയ്തതാണ്. വിനീറാണ് ഇത്, ഇമ്പോർട്ടഡ് വിനീറാണ്. ഇമ്പോർട്ടഡ് വിനീർ അല്ലേ? അത് ബെൻഡ് വേണ്ടുന്നിടത്ത് ബെൻഡ് തന്നെ ചെയ്തിട്ടുണ്ട്. കോർണേഴ്സ് എല്ലാം എഡ്ജെല്ലാം ബെൻഡ് ചെയ്തത്. പിന്നെ ഇതിന് നടുക്കൂട്ടുള്ള ലൈന് മെറ്റലാണ്. മെറ്റലിന് PU പെയിന്റ് അടിച്ചു. ഒരുപാട് സ്പേസ് ഉള്ള ഒരു വീടാണ്. ഈ വീട്ടിൽ ഓരോ ഫർണിച്ചറും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെതായിട്ട് സ്ഥലത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വലിച്ചിടാതെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഫർണിച്ചേഴ്സും ആ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ബ്യൂട്ടിഫുൾ. അതേ ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒരു ഫീല് ശരിക്കും എനിക്കുണ്ട് അല്ലേ? അപ്പം ഈ ഒരു വീടിൻ്റെ ഭംഗി, ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഭംഗി അല്ലേ സാർ? സാറിൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഈ ഒരു? വളരെ ഹാപ്പിയാണ്. ഇതിൻ്റെ നമുക്ക് ഞാൻ ഹുസൈൻ ടച്ച് എന്ന് ഞാൻ കുറേ സമയം ഞാൻ പറയുന്നു. ഹുസൈൻ എന്ന് പറഞ്ഞാൽ ഡോട്ട്സ് ആൻഡ് ഷേപ്സ്, അതിൻ്റെ MD ആണ് മിസ്റ്റർ ഹുസൈൻ. ഹുസൈൻ സാറിൻ്റെ ഇൻറ്റീരിയറും ഇതിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെ ചെയ്തത് ഡോട്ട്സ് ആൻഡ് ഷേപ്സ് ആണ്. കണ്ണൂർ കമ്പനിയിലുള്ള ഡോട്ട്സ് ആൻഡ് ഷേപ്സ് ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റീരിയർ ചെയ്തത് അല്ലേ? അപ്പം ഹുസൈൻ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഹുസൈൻ സാർ ഇന്ന് നമ്മളുകൂടെ വന്നിട്ടില്ല, പുള്ളി എന്തോ തിരക്കിലായിപ്പോയി. ഇതിൻ്റെ ഹുസൈൻ സാറിൻ്റെ ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ട്, ഹുസൈൻ സാറിൻ്റെ ഒരു വീട്ടിലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ വേറെ എവിടെയും റിപ്പീറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ട്രേഡ് മാർക്കാണ് പുള്ളിയുടെ. ഒരു ഡിസൈൻ ഒരു വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു വീട്ടിൽ നമുക്കത് കാണാൻ പറ്റില്ല. അതെ, പുള്ളി 5-8 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്. അതെ, അതുപോലെ തന്നെ പുള്ളി ചെയ്യുന്ന ആ വീടുകളൊക്കെ എല്ലാം ഡിഫറെൻറ്റ് ഡിസൈനാണ്. അതെ, യെസ്. അപ്പം ഇനിയും ഇതേപോലത്തെ ഭംഗിയുള്ള വീട് നമുക്ക് വീണ്ടും കാണാം കമത്ത് സെറാമിക്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.